ഷാൻജി വെൽക്കം. താങ്ക് യു. താങ്ക് യു സോ മച്ച്. എന്താണ് ഷൈൻ ചേട്ടൻ ഇപ്പോൾ നമ്മളോട് എല്ലാവരോടും പറയാനുള്ളത്? ടൈറ്റിൽ അസാധ്യമായിട്ട് നമ്മളെങ്കിലും ലോഞ്ച് ചെയ്തിരിക്കുകയാണ് അല്ലേ? തിരുവനന്തപുരം ബെൽറ്റ്, കൊച്ചി ബെൽറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. കോട്ടയം ബെൽറ്റ് അല്ലേ? ബെൽറ്റ് ഇപ്പൊ ബെൽറ്റ് ഇടാത്തതാണ് ഫാഷൻ. ഇവിടെ ബെൽറ്റ് ഉള്ളതുകൊണ്ടാണോ ബെൽറ്റ് ഇടാതെ വന്നത്? അല്ലല്ല, ഞാൻ ഇപ്പോഴാണ് ടൈറ്റില് അറിയുന്നത് അല്ലേ? നല്ല ലോഞ്ച് ചെയ്തിട്ടുള്ളൂ, മുന്നറിയില്ല. എന്ത് പറയണം എന്ന് ആലോചിക്കുകയാണെങ്കിൽ സിനിമയെ കുറിച്ച് സിനിമ ഷൂട്ട് തുടങ്ങാൻ പോകുന്നുള്ളൂ. അസുവിൻ്റെ കൂടെ ഞാൻ ആദ്യം ചെയ്യുന്ന പടം ട്രാഫിക്, അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്നു. രാജ് പിള്ളയുടെ കൂടെ ആ വണ്ടിയിലുള്ള രംഗങ്ങളും പരിപാടികളും ഒക്കെ. പിന്നെ അഭിനയിക്കുന്നത് പകിട. അതിനുശേഷം അല്ലേ അടികൂസ് അമിഗൂസ് അടിയോട് അടി പടം കണ്ടിട്ടുണ്ട്. ഇത് മൂന്നാമത്തെ ചിത്രം അല്ലേ? പകിട കണ്ടിരുന്നു. പകിട കണ്ടിട്ടുണ്ടോ? അടികൂസ് അമിഗൂസ്. യൂഷ്വലി ഞാനാണ് തിരിച്ച് ക്വസ്റ്റ്യൻസ് വെക്കേണ്ടത്. ഇതിപ്പോ തിരിച്ച് ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളോട് ചോദിക്കില്ലല്ലോ. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അതുകൊണ്ടല്ല, യൂഷ്വലി നമ്മള് തർക്കത്തിനും പറഞ്ഞ ശീലം. എന്നാ മേ ബി ഒരു ചാൻസ് ഇല്ല, വേറെ ആർക്കെങ്കിലും തരട്ടെ. ജസ്റ്റ് എന്നെ തരട്ടെ. ഇല്ല, ആ ഒരു ചാലഞ്ച് ഏറ്റെടുക്കുന്നില്ല. ഡോക്ടർ റോണിക്ക് വേണമെങ്കിൽ എടുക്കാം. റോണിയാണ് നമ്മൾ സ്ഥിരമായി ചികിത്സിക്കുന്ന ഡോക്ടർ ആയതുകൊണ്ട് പറയില്ല. മുണ്ടാട് സെറ്റിൽ വെച്ചിട്ട് തിരിച്ച് നമുക്കൊരു കുടി കൊടുത്തു വയ്ക്കരുത്, വായിലിട്ടു. ഇതൊന്നും ചോദിക്കാതെ പറയാതെ അല്ല, ഗുളികയല്ലേ ആ സീൻ ഓർമ്മയില്ലേ? ഡോക്ടറാണെങ്കിലും കിട്ടണമെങ്കിൽ ഗുളിക കഴിച്ചിട്ട് കാര്യമുണ്ടോ ഓർമ്മയുണ്ടോ? ആ സീൻ അത് നമുക്ക് ഡോക്ടറല്ലാണ്ട വക്കീലാണ്. വക്കീലിനോടും ഡോക്ടറോടും എന്താ പറയരുത്? സത്യം പറയുന്നു. സത്യം പറയുമ്പോഴും എന്റെ ഒരു റെസ്പോൺസിബിലിറ്റി കുറച്ചിരിക്കുകയാണ്. ഇനി എല്ലാം സ്വയമേ ഏറ്റെടുത്തുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ട് ഷൈൻ ചേട്ടനോട് എന്താണ് ചോദിക്കാറുള്ളത്? പേടിപ്പിക്കാനല്ലേ? അസോസിയേഷൻ ആയാലും എന്നുള്ള കാര്യം അറിയായിരുന്നു. അറിയില്ലായിരുന്നു. അങ്ങോട്ട് നോക്കൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ അവിടെ സ്റ്റേജിൽ താഴെ ഇരിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. ഡോക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിയുടെ ഡാഡിയുടെ ഡോക്ടർ മെഡിക്കൽ ഡോക്ടറാണ്. ഏതാണ് സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ളത്? ഞാനിപ്പോ ആയുർവേദ ഡോക്ടറാണ് ഓൾറെഡി, പക്ഷെ ഇപ്പൊ MBBS പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ആയുർവേദ ഡോക്ടറാണ് ഓൾറെഡി, സ്വിച്ച് ചെയ്തിട്ട് ഇപ്പൊ MBBSലേക്ക് കയറിയിട്ട് MBBS പഠിച്ചുകൊണ്ടിരിക്കുന്നു. അലോപ്പതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഹോമിയോപ്പതി ഇംഗ്ലീഷ് മരുന്ന് തന്നെ. അതെന്താ അങ്ങനെ? അതിനാണ് ഡിമാൻഡ് കൂടുതലല്ലേ? ഓക്കെ ഓക്കെ സീനിയർ ഡോക്ടറാണ് പുള്ളി. ഓർത്തു അല്ലേ? MBBS അല്ലേ? ഏതാ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള രണ്ടുപേരും? ചെറുതായിട്ട് ടോപ്പിക്കിന്ന് വഴി മാറി പോകുന്നുണ്ടോ ഒരു സംശയം. അല്ല, നമ്മള് ഈ കഥ കോട്ടയം ബെൽറ്റിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. അതാണ് പറഞ്ഞത്. തിരുവനന്തപുരം ബെൽറ്റിന് ശേഷം കൊച്ചി ബെൽറ്റിന് ശേഷം കോട്ടയം. നമുക്ക് കഥ പറയാൻ പറ്റില്ല. അപ്പൊ പിന്നെന്താ പറയാ? കാരണം പടം ചെയ്യാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. പിന്നെ ഇതിന് മുന്നേ ഒരു സബ്ജക്റ്റ് ആയിട്ട് നമ്മള് എവിടെയൊന്നും ഓർമ്മയുണ്ടാവും, പടയുടെ ലൊക്കേഷനിൽ വന്നിരുന്നു. അന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് മുന്നേ നമ്മള് അസിസ്റ്റന്റ് ഡയറക്ടർ ആവുന്ന സമയത്ത് നമ്മുടെ ഇവര് മൂന്നുപേരും കൂടി പരസ്യങ്ങള് ഒളിച്ച് ചെയ്യണ സമയം ഉണ്ടായിരുന്നു. ഈ പരസ്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോഴും ചെയ്യുന്നുണ്ട് പരസ്യം. അത് കഴിഞ്ഞ് പടം ചെയ്യാൻ തുടങ്ങി. ആര്? മെന്റലിസ്റ്റും കൂടിയാണ് അല്ലേ?
മെന്റലിസ്റ്റിന്റെ പരിപാടിക്ക് നമ്മൾ പോകാറില്ല. കാരണം മെന്റലിസ്റ്റ് സീക്രട്സ് ആണല്ലോ പറയുന്നത്, അല്ലേ? നമ്മളെ വലിയൊരു സീക്രട്ട് ഇല്ല കേട്ടോ, അറിയാം. അതുകൊണ്ടാ അതൊരു വലിയ കാര്യമില്ല. അതിനെ കുറെ സീക്രട്സ് ഉണ്ടാവല്ലോ. ഞാൻ പറയണോ? വേണ്ട അല്ലേ? ഞാൻ സിംഗിളാണ്, എനിക്ക് പറയാം. അതുകൊണ്ടാ പറയാം, സീക്രട്സ് ഒന്നും ഇല്ല. എന്തെയും സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് സ്കോഡിന്റെ, ഇല്ലേ? കുറച്ചധികം ഞാൻ ഗസ്റ്റ് ആയിരുന്നു. എന്തേലും പറയുന്നുണ്ടോ? വഴിയുണ്ടാക്കാം, പ്രൊഡ്യൂസറോട് ചോദിച്ചിട്ട് വഴിയുണ്ടാക്കാം. ഷംസു ഒരു ഇതിൽ ഒപ്പിച്ച എനിക്ക് നോക്കാത്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് മനസ്സിലായ സഭാകം എന്താ ഇല്ല, എന്നാ നമുക്ക് അരങ്ങൊഴിഞ്ഞാലോ? താങ്ക് യു. എല്ലാവരും പടം കാണണം അല്ലേ? ബോധിപ്പിക്കാതെ. താങ്ക് യു. താങ്ക് യു സോ മച്ച്.